വൈറ്റമിൻ ഡി നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ അല്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയിൽ കൊള്ളുക മാത്രമാണോ അതിനൊരു പ്രതിവിധി? അല്ല അല്ല, ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടണം. കിട്ടണം. കാരണം ഫുഡിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബോഡി അതിനെ കൺവേർട്ട് ചെയ്യും, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് സൂര്യപ്രകാശം. ഓക്കെ. അപ്പൊ ഫുഡിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മുട്ടയിലൊക്കെ നമുക്ക് ഫാറ്റി ഫുഡ്, അതായത് കാരണം ഈ വൈറ്റമിൻ ഡി എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഫാറ്റ് സോലിബിളാണ്, അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു ഗുണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹൈ ഡോസിൽ കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഫാറ്റി ഫുഡിൽ നിന്ന്, അതായത് നമ്മുടെ മത്തി, അയില, അങ്ങനത്തെ ഫിഷ്, ഫാറ്റി ഫിഷ്, അല്ലെങ്കിൽ ചൂര, അങ്ങനത്തെ ഫാറ്റി ഫിഷ്. പിന്നെ മുട്ട വളരെ നല്ലൊരു സോസാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമാണ്, മടിയില്ലാത്തൊരു അല്ലെ, വെജിറ്റേറിയൻസും വലിയ പ്രശ്നമില്ലാത്തത് പിന്നെ മുട്ടയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അത് നല്ലൊരു സോസാണ്. പിന്നെ വൈറ്റമിൻ ഡി പലപ്പോഴും ഇപ്പോൾ ഫോർട്ടിഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സീരിയൽ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി ആഡഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ നാച്ചുറൽ സോഴ്സ് തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ നമുക്ക് വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പച്ചിലകളില്ലേ, നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അങ്ങനത്തെ ഫുഡിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഇന്നത്തെ ഈ യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര പാടല്ലേ, ഇല കഴിക്കാന്ന് പറഞ്ഞൊരു മടിയൊക്കെയാണ് അല്ലേ. പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ പാലക് പനീർ പോലത്തെ ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ചൊരു വെറൈറ്റി സാധനങ്ങൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം. പക്ഷെ ഇലകൾ ഡെഫിനറ്റ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണം. കാരണം ഇലയിൽ വൈറ്റമിൻസ് മാത്രമല്ല, നമുക്ക് മിനറൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഞാൻ പറയാം. മിനറൽസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതും അതിൻ്റെ അകത്ത് ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട്.